എല്ലാവരും തരിച്ചുപോയി. എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫും. എന്തെങ്കിലും ഒരു വിവരം കിട്ടാനാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ടൂറിന് പോകുന്ന ഊറ്റത്തിലായിരുന്നു മോള്. ഈ വിവരം കേട്ടപ്പോൾ ബെഡിലേക്ക് വീണതാ. പിന്നെ ഇതുവരെ എണീറ്റിട്ടില്ല. ഒരു മരണം നടന്ന അവസ്ഥയായി ഇപ്പം എൻ്റെ വീട്ടിലുള്ളത്. ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതെ നല്ല നിലയ്ക്ക് പോയിരുന്ന കുട്ടികളായിരുന്നു. പെട്ടെന്ന് നാട് വിടണമെങ്കിൽ മനുവിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ മകളുടെ ഭാഗത്ത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എനിക്കൊന്ന് തിരുത്താലോ. ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അതേ അവസ്ഥ തന്നെയാ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇന്നലെ രാത്രി ദേവൻ പറഞ്ഞപ്പോഴാണ് അവൻ നാട് വിട്ട വിവരം തന്നെ ഞങ്ങൾ അറിയുന്നത്. ഈ വീട്ടിലൊരു സൂചി കാണാതായാൽ പോലും അറിയുന്ന ആളാ ദേവൻ. അവന് പോലും മനുവിൻ്റെയും സുമയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ലെന്നാ അവൻ പറഞ്ഞത്. അവര് തമ്മിൽ വീട്ടിൽ വെച്ച് വല്ല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടോ? എന്റെ അറിവില് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവര് നല്ല നിലയെ കഴിയണമെന്നാ ഞാൻ മനസ്സിലാക്കിയത്. അവര് തമ്മിൽ നല്ല നിലയ്ക്കാ പോണത്. പിന്നെ ചില ദിവസങ്ങളിൽ രണ്ടാൾക്കൊരു മിണ്ടാട്ടുണ്ടാവില്ല. ചോദിച്ചാ പറയും തലവേദന കൊണ്ടാണെന്നോ ഉറങ്ങിയത് കൊണ്ടാണെന്നോ ഒക്കെ. പിന്നെ മുൻപൊരു ദിവസം പ്രശ്നം ഉണ്ടായത് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ? എന്ത്? എനിക്ക് ഓർമ്മയില്ല. അവരുടെ റൂമിൽ നിന്ന് ഒരു ദിവസം ഒച്ചയും ബഹളം കേട്ട് ഞാൻ ചെന്നു നോക്കിയ കാര്യം. എന്തായിരുന്നു ആ സംഭവം? അല്ല, ഒന്നറിയാൻ വേണ്ടിട്ടാ. ഒരു ദിവസം ഞാനും മനും സോമയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിന് പോയതായിരുന്നു. എനിക്ക് നല്ല സുഖമില്ലാത്തോണ്ട് കല്യാണത്തിന് ഞാൻ പോയിരുന്നില്ല. വെറുതെ കിടന്നപ്പോ ഉറങ്ങിപ്പോയി. എന്തോ ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടി വന്നപ്പോ മനുവിന്റെ മുറിയിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ മുറിയുടെ അടുത്ത് ചെന്നു. കെട്ടി തൂങ്ങി ചാവുന്നെങ്കിൽ ചാവടി. അതിന്റെ പേരിൽ ജയിൽ പോകേണ്ടി വന്നാലും എനിക്ക് പുല്ല. നിന്റെ കൂടെയുള്ള ഈ നരക ജീവിതത്തെക്കാൾ നല്ലത് ജയിലാ. എനിക്ക് മനസ്സമാധാനം വേണം, മനസ്സമാധാനം. അത് നീ ചത്തിട്ടാണ് കിട്ടുന്നെങ്കിൽ പോയി ചാവടി. പോയി ചാവ്. മനു, എന്താ അവിടെ? വാതില് തുറക്ക്. മനു, നിന്നോട് വാതില് തുറക്കാനാ പറഞ്ഞത്. എന്താ അമ്മ? അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങള് തമ്മിലോ? ഞങ്ങള് തമ്മിൽ എന്ത് പ്രശ്നം? പിന്നെന്താ ചാവണയും കൊല്ലണയും ഒക്കെ വർത്താനം കേട്ടത്? എന്താ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ? എന്റെ അമ്മേ, മനുവേട്ടൻ കല്യാണത്തിന് പോവാതിരുന്നതേ അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടൊന്നല്ല. ഏതോ ക്ലബിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ പോവാനാ. അതില് ഡയലോഗ് പറയായിരുന്നു. ഞാൻ തന്നെ ആകെ പേടിച്ചുപോയി. ഹോ, വല്ലാത്തൊരു ഡയലോഗാണ് എന്റെ ഏട്ടാ. നിങ്ങക്ക് ഏതെങ്കിലും കോമഡി സീനി ചെയ്താ പോരെ? അതാ നിങ്ങക്ക് ചേരുക. ആ, നന്നായി. നിനക്കിനി നാടകത്തിന്റെ കുറവും കൂടിയേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ വീട്ടിലിരിക്കാൻ നിനക്ക് സമയമില്ല. ആ, പിന്നെ ഇവിടെ അടുത്തൊക്കെ വീട്ടുകാരുണ്ട്. നാടകമൊക്കെ പതുക്കെ പഠിച്ചാ മതി. ഓ, അമ്മ പോയി കിടന്നോ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവരന്ന് എന്റെ മുന്നിൽ കളിച്ചത് ഒരു നാടകമായിരുന്നു എന്ന്. അപ്പോ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ല, മനുവിനെ വിളിച്ചാൽ കിട്ടുന്ന വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ദേവന്റെ അടുത്തൊരു നമ്പറുണ്ട്. പക്ഷെ അതിലേക്ക് വിളിക്കണ്ട. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാ സാധ്യത എന്നാ ദേവൻ പറഞ്ഞത്. ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണ്ടേ നമുക്ക്? അറിയണം, ഒക്കെ അറിയണം. അതിനാദ്യം അവനെ സ്വസ്ഥായിട്ടൊന്ന് കിട്ടട്ടെ. അല്ലാതെ നമ്മളിപ്പോ എന്താ ചെയ്യാ? അവനോട് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയൂ. നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാലോ. അതിനൊരു പ്രശ്നം എന്താ വെച്ചാല്, മനു ഇവിടെ ഉണ്ടെങ്കിൽ സുമ ഇങ്ങോട്ട് വരുന്നാണ് അവൻ പറയുന്നത്. ഇതില് ഞങ്ങൾക്കൊരു പങ്കുമില്ല കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം ചെയ്യാം, മനു ഇങ്ങോട്ട് വന്നോട്ടെ. അവന്റെയും നിങ്ങളെയും സമ്മതം കിട്ടിയിട്ടേ സുമ ഇനി ഇങ്ങോട്ട് വരുന്നുള്ളൂ. പോരെ? എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു.